ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടക മാസത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഉലുവക്കഞ്ഞിയൊക്കെയാണ് റെഡിയാക്കുന്നത്. കർക്കിടക കഞ്ഞി, ഉലുവക്കഞ്ഞി, കർക്കിടക കഞ്ഞി അങ്ങനെയൊക്കെ പറയാനുണ്ട്. അപ്പോൾ നല്ലൊരു ഇളയരാജ സാറിൻ്റെ സോങ്ങൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ബാക്കി രണ്ടുപേരും സ്കൂളിൽ പോയി, മമ്മിയും ഡാഡിയും ഹോസ്പിറ്റലിലാണ് പോയിട്ടുള്ളത്. ആ ഒരു സമയം നോക്കിയിട്ട് വാവിനെ വേഗം ഫസ്റ്റ് ഉറങ്ങി കഴിഞ്ഞതാണ്. അപ്പോൾ കുട്ടികൾ പോയതിന് ശേഷം വീണ്ടും പാലൊക്കെ കുടിച്ചിട്ട് രണ്ടാമത് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ ഒരു മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തീർക്കാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഓടിപ്പെടഞ്ഞ് പോവാണ് കേട്ടോ. തലയിലും മമ്മി കാച്ചി എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തേച്ചു. അപ്പോൾ വേഗം ചൂടുവെള്ളത്തിലെടുത്ത് ഓടി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ അവിടെ മറിഞ്ഞു. അതാരും തുടക്കില്ല, ഞാൻ തന്നെ തുടക്കണം. അതുകൊണ്ട് വേഗം തുടച്ച് കഴിയുമ്പോഴത്തേക്കും വാവ ഉറങ്ങുകയാണ്. അതിനിടയിൽ തന്നെ വേഗം കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാള കലണ്ടറിലെ അവസാന മാസമാണ് കർക്കിടകം. എൻ്റെ കുളിയുടെ റിത്തമോ സൗണ്ട് കേട്ടിട്ട് ഹന്നൂട്ടിനെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഹന്നൂട്ടിനെ ഞാനിങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് വേണം കാലുമിലൊക്കെ പിടിക്കുന്നുണ്ട്. ആൾ മൂത്രമൊഴിക്കും അപ്പിടൊക്കെ ചെയ്യും കേട്ടോ. അത് ചെറുതിലേ ശീലിച്ചുകൊണ്ട് തന്നെ ആൾ വേഗം അതിനൊക്കെ എനിക്ക് ആപ്റ്റായിട്ട് വരും. അപ്പോൾ ആൾക്ക് വേഗം കുറുക്കും കാച്ചി കൊടുത്ത് ഞാനങ്ങനെ ഉലുവക്കഞ്ഞിയും കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കിഴങ്ങ് മത്തിയിലിട്ടൊക്കെ വെച്ചതാണ്, പുഴുക്ക് എന്ന് പറയും നമ്മൾ. അപ്പോൾ അത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ഔഷധ ഗുണങ്ങളിൽ ഏറെയുള്ള ഫുഡൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പൂർവികർ ഉണ്ടാക്കിയതാണ് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ. കർക്കിടകത്തിൽ കഞ്ഞി വെച്ച് കുടിക്കുക, അതുപോലെ ഇല വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, പിന്നെ എന്താ പറയുക, ജങ്ക് ഫുഡ്സ് ഒന്നും ഒഴിവാക്കിയിട്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കർക്കിടകത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് രാമായണ മാസം എന്നും അറിയപ്പെടുന്നുണ്ട്. മഴയുടെ ശക്തമായ സമയമായതിനാൽ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൂർവികർ ഔഷധ ഗുണങ്ങളുള്ള കർക്കിടക കഞ്ഞി കുടിക്കാൻ പറയുന്നത്. മലയാള മാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ആത്മീയ ഉണർവിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഹന്നൂട്ടിനെ വേഗം കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഉച്ചക്കത്തെ ഉറക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് വേഗം ചോറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.